നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ ചന്ദനഗർ കൂട്ടുപാത ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാൾ ഗ്രീൻ വില്ലാസിൽ ഉള്ള ഒരു നല്ലൊരു പുതിയ വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. നമ്മൾ നിൽക്കുന്നത് ഈ പ്രോപ്പർട്ടീൻ്റെ എൻട്രൻസിലാണ്. ഈ വഴി കൂടെ അകത്ത് കയറിയിട്ട് വേണം നമ്മളുടെ ഈ പ്രോപ്പർട്ടിക്ക് പോകാനായിട്ടുള്ള വഴി. അപ്പോൾ നമ്മളുടെ ഈ പാൾ ഗ്രീൻ വില്ലാസിൽ ഇന്ന് ഞാൻ പരിചയപ്പെടാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. നമുക്ക് കാണാൻ പോണ ഈ വീട്ടിൽ കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. അതായത് ഈ കോളനിയിൽ വന്നിട്ട് ഏകദേശം ഒരു 100-150 വീടുകളുടെ മേലെ ഇവിടെ ഉണ്ട്. എല്ലാതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോളനിയാണ് ഈ കോളനി. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് കടകളില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വീട്ടിൽ തന്നെ ഈ രണ്ട് സൈഡായി ഈ ഭാഗത്തായിട്ട് 2 കട റൂമുകൾ കൊടുത്തിട്ടുണ്ട്. മേടിക്കുന്ന വ്യക്തികൾക്ക് ഒരു ചെറുതായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്ന രീതിക്ക് ഒരു 2 കടമുറികൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്താണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഈ എൻട്രൻസിൽ വന്നിട്ട് ഈ ഭാഗത്തിൽ കൂടെ മേലെ കയറി പോകുന്ന സമയത്ത് മേലെ വന്നിട്ട് 2 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള മേലെ വീടുമുണ്ട്. അതേപോലെ അപ്പുറത്തെ സെക്ഷൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ആ ഭാഗത്തിൽ കൂടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടും കൂടി ഇതിലുണ്ട്. അപ്പോൾ സുഖമായിട്ട് ഒരു 2 ഫാമിലി താമസിക്കാൻ പറ്റും. കൂടാതെ ഒരു ബിസിനസ്സും കൂടി റൺ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. മൊത്തം വന്നിട്ട് 5.5 സെൻറ്റ് സ്ഥലം. ഇതിൽ എല്ലതും കൂടിയിട്ട് 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള വീടാണ് ഈ വീട്. ഇതിലൊന്ന് ചുറ്റുമതിലും ഇൻ്റർലോക്കും ചെയ്തിട്ടില്ല. ഇത് കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചുറ്റുമതിലും ഇൻ്റർലോക്കും ഒക്കെ ചെയ്തു തരും. ആൾറെഡി ബോർവെള്ള് കാര്യങ്ങൾ എല്ലതും അടിച്ചു വെച്ചിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ ഹൗസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോണ ഹൗസ്. അപ്പോൾ ഇതിൽ ഈ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന 1 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ളത് എങ്ങനെയുണ്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ എൻട്രൻസ്. നമ്മളുടെ ഈ വീട് ഫേസ് ചെയ്യുന്ന വന്നിട്ട് ഇത് ഈസ്റ്റ് ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ ഈ വീടിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 3-4 പേര് ഇരിക്കുന്നത്ര സ്ഥല സൗകര്യം ഇവിടെ ഒന്നുണ്ട്. പുതിയ വീടാണത്. അതേസമയത്ത് ഉള്ളിൽ കയറി വരുന്ന സമയത്ത് ഇരുമ്പുള്ള ചെയ്ത റെഡിമെയ്ഡ് ഡോറാണ് ഉള്ളത്. അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ഹാള് ഈ ഭാഗത്തുണ്ട്. അത്യാവശ്യം ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ. ഇവിടെ വന്നിട്ട് നല്ല രീതിക്കുള്ള ഒരു സെൽഫും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഷോക്കേസ് പോലെ എന്തെങ്കിലും സാധനം വയ്ക്കാൻ ഇതൊന്നും പറ്റിയ രീതിക്കായിരിക്കും. അതേപോലെ ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് UPVCൻ്റെ ലോങ് സൈസിലെ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. എയർ സർക്കുലേഷനൊക്കെ ധാരാളം വരുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഇവിടെ ഒന്നും ഉള്ളത്. അതേപോലെ ഈ ഭാഗം നോക്കുന്ന സമയത്ത് TV യൂണിറ്റൊക്കെ ഇവിടെ വരുന്നത്. ഇതിൻ്റെ വർക്കെല്ലാം ക്വാളിറ്റി വർക്കാണ്. ഇലക്ട്രിസിറ്റി എല്ലാം വന്നിട്ട് V-ഗാർഡ് ഉപയോഗിച്ചിട്ടാണ് അതൊന്ന് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ കഴിഞ്ഞിട്ട് ഇതിൽ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഇതൊന്ന് താഴെ ഭാഗം 1 ബെഡ്റൂമിന് വീട് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ലൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ കബോർഡ് കാര്യങ്ങളെല്ലതും ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. നല്ല രീതിക്കുള്ള അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്ത
കബോർഡ് ഡോർസാണ്. ഇതിൻ്റെ ബാത്റൂം വന്നിട്ട് അറ്റാച്ച് ബാത്റൂം ഇവിടെയാണ്. നല്ല വീതി കൂടിയ ബാത്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ വാഷ് ബേഷനൊക്കെ വന്നിട്ട് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഹാള് പറഞ്ഞാലും ഹാൾ കം ഡൈനിങ് ആണ്. ധാരാളം വെള്ളം കിട്ടും. ബോർവെള്ളാണ് ഉള്ളത്. അതേപോലെ ഇതിൻ്റെ കിച്ചൺ വന്നിട്ട് ഇപ്പർ സൈഡാണ് ഉള്ളത്. ഇന്ന് കിഴക്ക് വടക്ക് ഭാഗത്താണ് നമ്മുടെ കിച്ചൺ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതിൽ കിച്ചൺ കബോർഡ് കാര്യം എല്ലതും ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെയ്യാൻ ഒന്നുമില്ല. അതേപോലെ വേണ്ട രീതിക്കുള്ള സെൽഫ് കാര്യം എല്ലതും ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും കബോർഡ് കാര്യം എല്ലതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു ബെഡ്റൂം ഹാള് കിച്ചണിലെ വീടാണ് ഈ വീട്. ഈ തൊട്ട് അപ്പുറത്തിൽ കൂടെ 2 ബെഡ്റൂം ഉള്ളത്. മേലെ കയറി എങ്ങനെയിട്ട് നമുക്ക് കാണാം. നമ്മൾ ഈ എൻട്രൻസിൽ കൂടെ കയറിയാൽ മേലെയാണ് റൂംസ് ഉള്ളത്. 2 ബെഡ്റൂമുള്ള വീട് ഈ ഭാഗത്തിൽ കൂടെ. ഈ ഫേസിൽ നമുക്ക് ചെയ്യേണ്ടത് വന്നിട്ട് നോർത്ത് ഫേസിങ് ആയിട്ട് വരും. ഇവിടെ കയറി വന്ന വഴിക്ക് ഇങ്ങനെയാണ് ഉള്ളത്. ഇവിടെ ഈ സ്റ്റെയർ കേസ് ഉള്ളത് കൊണ്ട് ഈ സ്റ്റെയർ കേസിൻ്റെ താഴെയൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് സെൽഫും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും ഇവിടെയൊക്കെ വന്നിട്ട് റാക്കൊക്കെ കൊടുത്തിട്ട് സെൽഫൊക്കെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. കയറി വേണ്ടിയിട്ടത് കാണാം. വീട് നല്ല വെളിച്ചമുണ്ട്. എവിടെ നോക്കിയാലും നല്ല വെളിച്ചമുണ്ട് ഈ വീട്. വരുന്ന സമയത്ത് ഈ 2 ഭാഗത്ത് ഡോറ് കാണാം. ഇതൊരു ഓപ്പൺ ടെറസിലുള്ള ഡോറ്. ഇവിടെയാണ് നമ്മുടെ ഹാളിലും റൂംസൊക്കെ ഉള്ള ഡോറ് ഇവിടെയാണുള്ളത്. ഇതാണ് നമ്മളുടെ മേൽഭാഗത്തെ ഹാള്. TV പോയിൻ്റ് കാര്യങ്ങളെല്ലതും ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ വന്നിട്ട് ഒരു ഓപ്പൺ ടെറസാണ് വരുന്നത്. ഇപ്പോൾ വന്നിട്ട് ഈ ഡോർ തുറന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നല്ല രീതിക്കുള്ള ഒരു ഓപ്പൺ ടെറസ്. ഇതിൻ്റെ പരിസരത്ത് ഒരുപാട് നല്ല നല്ല വീടുകളൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് 2 ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം ഇപ്പുറത്തും ഇനിയൊരു ബെഡ്റൂം ഇപ്പുറത്തും. ഈ രണ്ടിക്കും കൂടിയിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഉള്ളത്. അതിൽ ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ ടൈലൊക്കെ നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് ഇതാണ് ഒരു കബോർഡ് ഇവിടെയാണുള്ളത്. വർക്കൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് ബെഡ്റൂം ഈ ഭാഗത്താണ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. എവിടെ നോക്കിയാൽ നല്ല വെളിച്ചമുണ്ട് വീട്. അതേസമയത്ത് ഇതൊക്കെ ഒന്ന് ജനലൊക്കെ തുറന്നു വിട്ടാൽ നല്ല കാറ്റും കാര്യങ്ങളും എല്ലതും ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ കബോർഡ് ഇവിടെയാണ്. ഈ 2 ബെഡ്റൂമിൽ കൂടിയിട്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. വീതി കൂടിയ നീറ്റായിട്ടുള്ള ബാത്റൂമാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഭാഗം ഈ ഭാഗത്താണ്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. താഴെയുള്ള പോലെ തന്നെ ഇവിടെയും അതിൻ്റെ കബോർഡ്സൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കിച്ചൺ ഫിറ്റിങ്സൊക്കെ നന്നായിട്ടുണ്ട്. ധാരാളം വെള്ളമുണ്ട്.
ഷെൽഫും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. മുകളിലും സ്റ്റോറേജ് സ്പേസ് ധാരാളമുണ്ട് ഈ വീട്ടിൽ. അതേപോലെ നമ്മുടെ ഈ സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞ വഴിക്ക് ലെഫ്റ്റ് സൈഡ് വേറൊരു ഓപ്പൺ ടെറസും കൂടിയുണ്ട്. ഇതാണ് നമ്മൾ കയറി വന്ന സ്റ്റെയർ കേസ്. ഈ ഭാഗത്തൊരു ഡോറുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നല്ല രീതിക്കുള്ള ടൈലൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്കുള്ളൊരു ഓപ്പൺ പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ കട വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മേലേക്കൂടെ കയറി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ കോളനി വന്നിട്ട് ഒരുപാട് വീടുകൾ, സ്റ്റാൻഡായിട്ടുള്ള വീടുകൾ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുള്ളത് കാണാൻ സാധിക്കും. അത് അവിടെ കാണുന്നത് വന്നിട്ട് പ്രൈം കോളേജ് ഓഫ് ഫാർമസിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ പരിസരത്ത് ഇത്രയും വീടുകളുള്ള സ്ഥിതിക്ക് ഇവിടെ തൊട്ടടുത്തായിട്ട് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനെയൊക്കെ മൈൻഡിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് താഴ്ഭാഗം കടയുണ്ടാക്കിയത് തന്നെ. ഈ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് 1000 ലിറ്ററിൻ്റെ നല്ല രീതിക്കുള്ള ഒരു വാട്ടർ ടാങ്കും കാര്യങ്ങളിലും നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. 19 വീടാണ് നമ്മുടെ ഈ വീട്. അപ്പോൾ നമ്മളുടെ ഈ വീട്ടിൽ വന്നിട്ട് ഈ 3 സെക്ഷൻ ഉള്ളതും കൊണ്ട് 3 വിധത്തിലുള്ള മീറ്റർ ലൈനാണ് ഇവിടെ നിന്നുള്ളത്. 3 സെപ്പറേറ്റ് ലൈനാണ്. അതുകൊണ്ട് ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പോർഷൻ നമുക്ക് താമസിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ കട സെപ്പറേറ്റ് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലോ യാതൊരു മീറ്റർ തിരക്കും കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇതേപോലെ ഇതാണ് ഇവിടുത്തെ കടമുറി. 2 ഷട്ടറുണ്ട് ഇവിടെ. ഇതിൽ ഏകദേശം ഒരു 265 സ്ക്വയർ ഫീറ്റോളം വരുന്ന രീതിക്കുള്ള കടമുറിയാണത്. ഇപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്. ആ ഷട്ടറും കൂടി തുറന്നു കഴിഞ്ഞാൽ ധാരാളം സ്പേസ് കാണും. എവിടെയും സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും നമുക്ക് വന്നിട്ട് കടകൾ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ രീതിക്കുള്ള നല്ലൊരു സ്പേസ് ആയിട്ടാണ് ഇതിവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥ വന്നിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പുതിയ വീടാണ് ഈ വീട്. ഈ പ്രോപ്പർട്ടിയിൽ പ്രത്യേകത, ഈ പ്രോപ്പർട്ടിന് 2 ഭാഗം വഴിയുണ്ട്. ഇതിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇവിടെയാണ് നമ്മുടെ കടകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. അതേപോലെ ഈ ഭാഗം വഴിയുണ്ട്. ഇത് വന്നിട്ട് നോർത്ത് ഫേസ് ആണ്. ഇതിലും നല്ല താരിട്ട വീതി കൂടിയ റോഡാണ്. അപ്പോൾ ധാരാളം റോഡ് സൗകര്യത്തോടെ കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. പ്രോപ്പർട്ടിയിൽ ഈ ഭാഗം 2 കട, സെപ്പറേറ്റ് മീറ്റർ ലൈന്, താഴെ ഭാഗം ഈ ഫ്രണ്ടേജിൽ കൂടെ കയറിയാൽ മേലെ വന്ന് 2 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീട്, അപ്പുറത്ത് പോയാൽ ഈസ്റ്റ് ഫേസ് ആയിട്ടുള്ള 1 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീട്. മൊത്തത്തിൽ എല്ലതും കൂടിയിട്ട് ഒരു 1800 സ്ക്വയർ ഫീറ്റ് കാണും. 5.5 സെൻറ്റ് സ്ഥലം. കൂടാതെ ഇതിലൊന്ന് ഫുള്ളി ഇൻ്റർലോക്കും ഇട്ട് അതേപോലെ ഇവിടെ വന്നിട്ട് ചുറ്റും മതിൽ ഗേറ്റ് എല്ലതും വെച്ച് വൃത്തിയായിട്ട് ഈ ഓണർ നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കാൻ എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള വിളിക്കുക. നന്ദി, നമസ്കാരം.